ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ റീസെന്റായി റിലീസായ ഡാർക്ക് കോയിട്ട് എ ലവ് സ്റ്റോറി എന്ന മൂവിയുടെ കഥയാണ്. ഇതൊരു പ്രതികാരത്തിന്റെയും പ്രണയത്തിന്റെയും കഥയാണ്. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൾ കള്ളസാക്ഷി പറഞ്ഞ് അവനെ ജയിലിലാക്കുന്നു. അവളോടുള്ള പ്രതികാരത്തിനായി ജയിൽ ചാടി അവളെ കാണാൻ അവൻ എത്തുന്നിടത്ത് കഥയുടെ ഗതി തന്നെ മാറുന്നു. പ്രണയവും പ്രതികാരവും ഒരുമിച്ച് പറഞ്ഞ ഈ മൂവിയുടെ കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഹരി എന്ന ഹീറോയെ കാണിക്കും. അവൻ വളരെ ഇമോഷണലായി അവന്റെ ലവറായ സരസ്വതിയെ കുറിച്ച് ചിന്തിക്കുന്നു. അവരുടെ റിലേഷനിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഹരി ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ അവൻ വളരെ കൂളാണെങ്കിലും അവന് സരസ്വതിയെ മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഓർമ്മ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഹരിയെ ബിച്ചു എന്നാണ് എല്ലാവരും വിളിക്കുക. അന്ന് ബിച്ചുവിന്റെ ബർത്ത്ഡേ ആണ്. സോ ഇതറിഞ്ഞ് അവന്റെ ഫ്രണ്ടായ ബായി സീറ്റ്സുമായി അവനെ കാണാൻ ജയിലിലെത്തുന്നു. സരസ്വതിയെ കുറിച്ചോർത്ത് വളരെ ഇമോഷണൽ ആയിരുന്ന ബിച്ചുവിനോട്, നീ അവളെ അത്രമേൽ സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നോ എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയതെന്നോ നീ ഇപ്പോൾ ഈ ജയിലിലായത് എങ്ങനെയെന്നോ എനിക്കറിയില്ല. ശരിക്കും എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ബായി ബിച്ചുവിനോട് ചോദിക്കും. അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അവൻ ബായിയോട് തുറന്നു പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുക. ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ വെച്ചാണ് സരസ്വതിയെ ആദ്യമായി ബിച്ചു കാണുന്നത്. അവൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പലരെയും വിളിക്കുന്നുണ്ടെങ്കിലും ആരും വരുന്നുണ്ടായിരുന്നില്ല. അവളെ കണ്ട് ഇഷ്ടമായ ബിച്ചു അവന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അവളെ ഹെൽപ്പ് ചെയ്യാനായി ആളുകളുടെ അറ്റൻഷൻ ലഭിക്കാനായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ക്യാഷ് കിട്ടുമെന്നൊക്കെ ബിച്ചു ഉറക്കെ വിളിച്ചു പറയും. ഇത് കേട്ട ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ബ്ലഡ് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും. ഇതോടെ അവർ ഫ്രണ്ട്സ് ആകുകയും ആ ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലെത്തുകയും ചെയ്യും. ബിച്ചുവിന്റെ ഒരു സാധാരണ കുടുംബമാണ്. അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. മല്ലി എന്നൊരു പെൺകുട്ടിയുടെ വീട്ടിൽ റെന്റിനാണ് ബിച്ചു താമസിക്കുന്നത്. സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു ബിച്ചു മല്ലിയെ കണ്ടിരുന്നത്. എന്നാൽ സരസ്വതിയാകട്ടെ വലിയ കുടുംബത്തിലെയാണ്. അവളുടെ റിലേറ്റീവ്സ് എല്ലാം ഹൈ ലെവലിലുള്ളവരാണ്. സരസ്വതിക്ക് ഒരു ചേട്ടനും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. ബിച്ചുവിന് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. ബൈക്ക് മാത്രമേ അവൻ ഓടിച്ചിട്ടുള്ളൂ. സോ സരസ്വതി അവളുടെ കാറിൽ അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് ബിച്ചുവിന് അത്ര വഴങ്ങുന്നുണ്ടായിരുന്നില്ല. പലതവണ കാറ് കൊണ്ടുപോയി അവൻ ഇടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ക്ഷമയോടെ അവനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ സരസ്വതിയും ട്രൈ ചെയ്യുന്നു. ബിച്ചു കാർ ഒരു മരത്തിൽ ഇടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് സരസ്വതിക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നു. അവൾക്ക് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ ടാബ്ലറ്റ് എപ്പോഴും അവളുടെ കയ്യിൽ ഉണ്ടാകും. കല്യാണം കഴിക്കണമെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. എങ്കിലും സരസ്വതിയുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമോ എന്നുള്ള ബിച്ചുവിന്റെ പേടി അവൻ സരസ്വതിയോട് പറയുമ്പോൾ, എന്തു വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് അവൾ അവന് വാക്കു നൽകുന്നു. സരസ്വതിയുടെ ബർത്ത്ഡേയുടെ അന്ന് ടെമ്പിളിൽ വെച്ച് കാണാൻ അവർ തീരുമാനിക്കും. രണ്ടുപേരും അവിടെ സംസാരിച്ചു നിൽക്കുന്നു. ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരാനായി മല്ലിയായിരുന്നു ബിച്ചു പറഞ്ഞേൽപ്പിച്ചിരുന്നത്. കറക്റ്റായി അവിടേക്ക് സരസ്വതിയുടെ ചേട്ടൻ വരുന്നുണ്ട്. എന്നാൽ മല്ലിയും സരസ്വതിയുടെ ചേട്ടനുമായി എന്തോ വാക്കുതർക്കത്തിലാകുന്നു. അവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന് കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ബിച്ചു ബായിയോട് പറയുന്നു. അന്ന് രാത്രി പുറത്തെന്തോ ശബ്ദം കേട്ട് മല്ലി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് സരസ്വതിയുടെ ചേട്ടനും കുറച്ച് ഗുണ്ടകളെയുമാണ്. അവരെ കണ്ട മല്ലി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവർ അവളെ പിടിച്ച് നല്ല രീതിയിൽ അടിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മല്ലിയുടെ അലർച്ച കേട്ട് അവിടേക്ക് വന്ന ബിച്ചുവിനെ അവർ പുറകിൽ നിന്നും തലയിൽ അടിച്ചു വീഴ്ത്തുന്നു. സരസ്വതിയുടെ ചേട്ടനും ഫ്രണ്ട്സും കൂടി മല്ലിയെയും ബിച്ചുവിനെയും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ബിച്ചു സരസ്വതിയുടെ ചേട്ടനെ അടിച്ചു കൊല്ലുകയും ചെയ്യും. ഇത് കണ്ടാണ് സരസ്വതി അങ്ങോട്ട് വരിക. പോലീസ് ഉടനെ ബിച്ചുവിനെ അറസ്റ്റ് ചെയ്യും. ബിച്ചുവാണ് മല്ലിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതെന്നും തടയാൻ വന്ന സരസ്വതിയുടെ ചേട്ടനെ മനഃപൂർവ്വം ബിച്ചു കൊല്ലുകയായിരുന്നെന്നുമാണ് അവനെതിരെ വന്നിരിക്കുന്ന കേസ്. ആക്ച്വലി നടന്നത് തിരിച്ചാണെങ്കിലും ആ കേസിൽ പെട്ടത് ബിച്ചു ആയിരുന്നു. ക്രൈം നേരിൽ കണ്ടത് സരസ്വതി ആയതിനാൽ പോലീസ് സരസ്വതിയുടെ മൊഴി എടുക്കുന്നു. എന്നാൽ ബിച്ചുവിനെ ഞെട്ടിച്ചുകൊണ്ട് സരസ്വതി ബിച്ചുവിനെതിരായിട്ടാണ് മൊഴി കൊടുക്കുക. മല്ലിയെ റേപ്പ് ചെയ്യാൻ ബിച്ചു ട്രൈ ചെയ്തപ്പോൾ അവളെ രക്ഷിക്കാൻ അവിടേക്ക് വന്ന എന്റെ ചേട്ടനെ ബിച്ചു കൊല്ലുകയായിരുന്നെന്നാണ് സരസ്വതിയും പറയുന്നത്. ഇത് കേട്ട് വളരെ ഇമോഷണലായി, നിനക്ക് എല്ലാം അറിയാമല്ലോ, സത്യം പറ പ്ലീസ് എന്ന് ബിച്ചു അവളോട് കരഞ്ഞു പറയുന്നു. എന്നാൽ സത്യം പറയാൻ അവൾ തയ്യാറാകില്ല. ഇയാളെ മുൻപരിചയമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇല്ലെന്നാണ് സരസ്വതി പറയുന്നത്. സരസ്വതി കാരണമാണ് തന്റെ ജീവിതം നശിച്ചതെന്ന് ബിച്ചു ബായിയോട് പറയും. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ബിച്ചു ബായിയോട് സഹായം ചോദിക്കുന്നു. നീ പേടിക്കേണ്ട, അതിനുള്ള പ്ലാനൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബായി അവിടെ നിന്ന് പോകുന്നു. കൊറോണ അധികമായ സമയമായിരുന്നു. സോ ആ ജയിലിലെ തടവുകാരെ 2 ജയിലുകളിലായി മാറ്റിപ്പാർപ്പിക്കാൻ പോലീസുകാർക്ക് ഓർഡർ കിട്ടും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിച്ചു അടങ്ങുന്ന തടവുകാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. പോലീസ് വാഹനത്തിൽ ബിച്ചു ഉൾപ്പെടെ കുറച്ച് തടവുകാരുമായി അവർ മറ്റൊരു സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു. വഴിയിൽ വണ്ടി ഒരിടത്ത് നിർത്തുമ്പോൾ അവിടെ വെച്ച് ബായിയുടെ ആളുകൾ ആ പോലീസ് വാഹനത്തിന്റെ അടിയിൽ കയറി എഞ്ചിൻ
സ്റ്റോപ്പ് ചെയ്യാനുള്ള ട്രാപ്പ് ഒരുക്കുന്നു. അടുത്തതായി അവർക്ക് ഒരു ട്രെയിൻ ട്രാക്ക് ആണ് ക്രോസ് ചെയ്യേണ്ടത്. അതിനായി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ട്രെയിൻ ട്രാക്കിൽ എത്തുമ്പോൾ എഞ്ചിൻ സ്റ്റോപ്പ് ആകുകയും വണ്ടി നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ആ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇടിച്ചാൽ എല്ലാവരും മരിക്കും. അതുകൊണ്ട് വേഗത്തിൽ തടവുകാരെ എല്ലാവരും വണ്ടിയിൽ നിന്നും പോലീസ് താഴെ ഇറക്കുന്നു. ആ സമയം ബിച്ചു ഒരു താക്കോൽ ഉപയോഗിച്ച് കൈവിലങ്ങ് അഴിച്ച് രക്ഷപ്പെടുന്നു. ബായിയാണ് കൈവിലങ്ങിന്റെ കീ ബിച്ചുവിന് നൽകിയത്. തൊട്ടടുത്തായി ബായി അറേഞ്ച് ചെയ്ത് നൽകിയ ബൈക്കും ഉണ്ടായിരുന്നു. അതിൽ കയറി പോലീസിനെ പറ്റിച്ച് ബിച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ജാനകി എന്ന പോലീസ് ഓഫീസർക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല ലഭിക്കുക. ബിച്ചു എവിടെയുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് സീനിയർ ഓഫീസർ അവരോട് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ബിച്ചുവിനെ കാണിക്കും. അവൻ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ ബായിയുടെ അടുത്തെത്തും. ഒരു ബാറിൽ വരുന്ന ബിച്ചുവിനെ പിടിക്കാനായി ജാനകിയും കൂടെയുള്ള പോലീസുകാരും ശ്രമിക്കും. എന്നാൽ ബിച്ചു ഉടനെ ജാനകിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഒരു പാട്ടൊക്കെ പാടി അവളോട് കണ്ണടയ്ക്കാൻ പറയും. ഈ സമയം കൊണ്ട് ബിച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. അവനെ പിടിക്കാൻ കഴിയാത്തതിൽ ജാനകിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ബിച്ചുവിനെ പിടിക്കാനായി ജാനകി അവളുടെ അച്ഛനായ റാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഹെൽപ്പ് ചോദിക്കുന്നു. റാം ആണെങ്കിൽ ശബരിമലയ്ക്ക് പോകാനായി മാലയിട്ടിരിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും മകൾ ഒരു ആവശ്യം പറഞ്ഞതിനാൽ റാമും ബിച്ചുവിനെ തിരഞ്ഞിറങ്ങും. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി രക്ഷപ്പെടാനും അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു തരാമെന്നും ബായി അവനോട് പറയും. ഇല്ല ബായി, എനിക്ക് അവളെ കാണണമെന്ന് ബിച്ചു ബായിയോട് പറയുന്നു. അവളെ കാണാനായി ബിച്ചു അവളുടെ വീടിന് മുന്നിലെത്തും. ഒരു കുട്ടിയുമായി വളരെ ടെൻഷനോടെ സരസ്വതി ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് ബിച്ചു കാണും. അവനും അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവരെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച ബിച്ചു കരുണ ഹോസ്പിറ്റലിലാണ് ചെല്ലുന്നത്. സരസ്വതി ആ ഹോസ്പിറ്റലിലേക്കാണ് വന്നിരിക്കുന്നത്. കൊറോണ സമയമായതിനാൽ അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. കൂട്ടത്തിൽ അവരുടെ ഹസ്ബൻഡും അവിടെ അഡ്മിറ്റ് ആണ്. അയാൾക്ക് കൊറോണ ബാധിച്ചിരിക്കുകയാണ്. അയാൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇൻഷുറൻസ് കമ്പനിക്കാർ വിളിച്ച് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്ന് സരസ്വതിയോട് പറയുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച് അവൾ മാക്സിമം സംസാരിച്ച് എങ്ങനെയെങ്കിലും ആ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇൻഷുറൻസ് ക്ലെയിം ക്യാൻസൽ ആകുന്നു. റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതിനാൽ ഒരു വിധേന അവൾ ഒരാളുടെ ഹാർട്ട് മാറ്റിവെക്കുന്നതിനായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ ഹാർട്ട് ഡോണർ മരിച്ചുപോയി. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറയുന്നു. മരിച്ചുപോയാലും ഹാർട്ട് എടുത്ത് വെക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ എന്താണ് മാറ്റി പറയുന്നത് എന്ന് ചോദിച്ച് അവൾ കരയുകയാണ്. അപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് അവൾ വളരെ ഇമോഷണൽ ആകുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇരിക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡോക്ടർ അവളുടെ അടുത്തേക്ക് വരുന്നത്. 1 കോടി രൂപ തരികയാണെങ്കിൽ ഈ ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തു തരാമെന്നും ഹാർട്ടൊക്കെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു കൊള്ളാമെന്നും അയാൾ പറയുന്നു. 1 കോടി രൂപ എന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. എങ്കിലും പൈസ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് അവൾ പറയുന്നു. ഇതൊക്കെ നമ്മുടെ വിജുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഹോസ്പിറ്റലിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കൊറോണ സമയത്ത് കുറെ കാശുണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ പണത്തിന് വേണ്ടി അവർ നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലെ ബ്രാഞ്ചുകൾ ആദ്യം 1 മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സിറ്റിയിൽ 5 സ്ഥലങ്ങളിൽ ഈ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുണ്ട്. മരുന്നുകളൊക്കെ അതിന്റെ ഇരട്ടി വിലയ്ക്കാണ് ആ ഹോസ്പിറ്റലിൽ വിൽക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടെന്ന് ബിച്ചു മനസ്സിലാക്കുന്നു. ആ ഹോസ്പിറ്റലിലെ തന്നെ ഫാർമസിയിലാണ് ആ ക്യാഷ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ആംബുലൻസിലായിരുന്നു ആ ക്യാഷ് ഒക്കെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. ഇതൊക്കെ ബിച്ചു നോട്ടീസ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ബിച്ചു ബായിയോട് പറഞ്ഞതിന് ശേഷം ആ കാശൊക്കെ അടിച്ചു മാറ്റാനുള്ള ഒരു പ്ലാനും അവരുണ്ടാക്കുന്നു. ഓൾറെഡി ബിച്ചുവിന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ബായി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും മുംബൈ വഴി കപ്പൽ മാർഗത്തിലൂടെ നാട് കടക്കാനായിരുന്നു അവർ പ്ലാൻ ഇട്ടത്. അതിനായി ഏകദേശം 70 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. ആ ഹോസ്പിറ്റലിൽ നിന്നും ക്യാഷ് അടിച്ചു മാറ്റിയാൽ ഈസിയായി ഈ നാട് കടക്കാമെന്നും ബിച്ചു ബായിയോട് പറയുന്നു. ഇതിനായി നിനക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് ഫായ് ചോദിക്കുമ്പോൾ എനിക്കൊരു ഡ്രൈവറെ മാത്രമാണ് വേണ്ടതെന്ന് ബിച്ചു പറയും. ആ ഡ്രൈവർ സരസ്വതിയാണെന്നും ബിച്ചു പറയുന്നു. അവൾ വരുമോ, അവൾ എങ്ങനെ വരാനാണെന്ന് ഫായ് ചോദിക്കുമ്പോൾ അവൾക്കിപ്പോൾ പണത്തിന് വലിയ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൾ ഉറപ്പായും വരുമെന്നും ബിച്ചു പറയുന്നു. ഇപ്പോൾ സരസ്വതിയാണെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് മോളെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ക്യാഷ് അറേഞ്ച് ചെയ്യാനായി അവൾ ഒരുപാട് പേരെ വിളിച്ചു നോക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് ബിച്ചു അവളുടെ മുന്നിലേക്ക് വരും. അവനെ കണ്ട് സരസ്വതി ആകെ ഷോക്ഡ് ആകുന്നു. നീ എന്നെ ചതിച്ചതിന് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാനാണ് വന്നിരിക്കുന്നത് ബിച്ചു അവളോട് പറയും. എന്നാൽ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ നീ വലിയ കഷ്ടത്തിലാണല്ലോ. നിനക്കിപ്പോൾ 1 കോടി രൂപ വേണമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് ചത്തുപോകുമെന്നും എനിക്കറിയാമെന്നും ബിച്ചു പറയും. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിനക്ക് 1 കോടി രൂപ ഞാൻ തരാമെന്നും ബിച്ചു പറയും. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നുമാണ് അവൾ പറയുന്നത്. ആക്ച്വലി നിന്റെ ഹസ്ബൻഡിന് ഹാർട്ട് തരാമെന്ന് പറഞ്ഞത് നിന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ ഹാർട്ട് ആയിരുന്നില്ലേ? നിന്റെ ഫ്രണ്ട് തന്നെയാണ് നിന്നെ ചതിച്ചത്. ആ ഫ്രണ്ട്
അതേ ഹോസ്പിറ്റലിൽ വലിയൊരു തുകയ്ക്ക് ആ ഹാർട്ട് വിറ്റു. നീ പോലും അറിയാതെ അവർ നിന്നെ ചതിക്കുകയായിരുന്നെന്നും ബിച്ചു അവളോട് പറയും. ഇത് കേട്ട് വളരെ ഇമോഷണൽ ആയി സരസ്വതി ഉടനെ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ബിച്ചു പറഞ്ഞതെല്ലാം സത്യമായതെന്ന് ആ ഫ്രണ്ട് അവളോട് സമ്മതിക്കുന്നു. എന്റെ അച്ഛൻ ലങ്സിന്റെ പ്രോബ്ലം കാരണമാണ് മരിച്ചത്. ഹോസ്പിറ്റലിൽ ചിലവ് വളരെ കൂടുതലായി പോയി. അപ്പോഴാണ് ഹാർട്ട് തന്നാൽ വലിയൊരു തുക തരാമെന്ന് അവർ പറയുന്നത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ അത് വിറ്റുവെന്നും അവൾ പറയുന്നു. ഫ്രണ്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് അവൾ ആകെ ഇമോഷണൽ ആകുന്നു. ഇനി വേറെ വഴിയില്ല, ബിച്ചു പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് സരസ്വതിയും തീരുമാനിക്കും. കരുണ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഒരുപാട് ക്യാഷ് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽ ഞാൻ കൊള്ളയടിക്കാൻ പോകുകയാണ്. നീ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്റെ ഡ്രൈവറായി എന്റെ കൂടെ വരണമെന്നും എങ്കിൽ നിനക്ക് ആവശ്യമുള്ള 1 കോടി രൂപ തരാമെന്നുമാണ് ബിച്ചു അവളോട് പറഞ്ഞിരുന്നത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവളും അതിന് സമ്മതിക്കുന്നു. സോ അതിനായി അവൻ പറഞ്ഞിടത്തേക്ക് ചെന്ന് അവനെ പിക്കപ്പ് ചെയ്യാൻ സരസ്വതി തീരുമാനിക്കും. അങ്ങനെ ബിച്ചുവിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവൾ കാറുമായി വരുന്നു. കാറിൽ അവളുടെ കുട്ടിയുമുണ്ട്. ആ കുട്ടിയുമായി ബിച്ചു നല്ല രീതിയിൽ സംസാരിച്ച് ഇടപഴകാൻ ശ്രമിക്കുന്നു. കുട്ടിയെ സ്കൂളിൽ ഇറക്കി വിട്ടതിനു ശേഷം അവളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സരസ്വതി. ഇതൊക്കെ കാണുമ്പോൾ ബിച്ചുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ലവ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് നിന്നെ പോലെ ഒരു മകൾ ജനിക്കണമെന്നൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലൂടെ പോകുന്നത് കൊണ്ട് ബിച്ചു വീണ്ടും വീണ്ടും ഹോൺ അടിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. സംസാരിച്ചിട്ട് മതി, നമുക്ക് വേഗം പോകണമെന്ന് പറഞ്ഞ് ബിച്ചു അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ ഓണറിന്റെ പേര് സോളമൻ എന്നാണ്. അയാൾ ആംബുലൻസ് വഴിയാണ് വലിയ എമൗണ്ടുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം കണക്കിൽപ്പെടാത്ത ഒരുപാട് പണം അയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇങ്ങനെ അയാൾ ക്യാഷ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതാണ് അടിച്ചു മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞ് ബിച്ചു അവളോട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. ആ സമയം പാർക്കിങ്ങിൽ കിടക്കുന്ന ആംബുലൻസിലേക്ക് അവർ ഒരുപാട് പണം കയറ്റി വെക്കുകയാണ്. ആ സമയത്ത് കൃത്യമായി ഇവർ രണ്ടുപേരും മുഖം മറിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. സോളമനും കൂട്ടാളികളും ക്യാഷുമായി അവിടെ നിന്നും പോകാൻ ട്രൈ ചെയ്യുമ്പോഴാണ് ബിച്ചു അവിടെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുക. അവരെ ഗൺ പോയിന്റിൽ നിർത്തി ബിച്ചു വേഗത്തിൽ ആ പൈസയൊക്കെ എടുക്കാനായി തുടങ്ങുന്നു. ബിച്ചു ആ ക്യാഷ് ഇടങ്ങുന്ന ഭാഗമായി അവരുടെ കാറിലേക്ക് വന്ന് കയറുകയും സരസ്വതി പെട്ടെന്ന് കാറുമായി മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് സോളമന്റെ ആളുകളിൽ ഒരാൾ ആ കാറിന് നേരെ ചാടി വീഴുക. പെട്ടെന്ന് അവരുടെ കാറിന്റെ ബാലൻസ് പോകുകയും കാർ ആക്സിഡന്റ് ആകുകയും ചെയ്യുന്നു. ബാഗിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം ആ ആക്സിഡന്റിൽ പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. ഈ സമയം ഓടി വരുന്ന സോളമന്റെ ആളുകൾ ബിച്ചുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബിച്ചുവും അവരുമായി എതിർത്ത് നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. സരസ്വതി ആണെങ്കിൽ പുറത്തേക്ക് തെറിച്ചു വീണ ക്യാഷൊക്കെ ആ ബാഗിലേക്ക് തന്നെ എടുത്തു വെക്കാൻ ശ്രമിക്കുന്നു. ശരിക്കും ബിച്ചുവിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ആ ക്യാഷൊക്കെ അടിച്ചു മാറ്റുകയും ഒപ്പം സരസ്വതിയെ ഈ കേസിൽ കൊടുക്കുകയും ചെയ്യണമെന്നായിരുന്നു ബിച്ചു ചിന്തിച്ചത്. എന്നാൽ അവളെ അവിടെയിട്ട് രക്ഷപ്പെടാമെന്ന് ബിച്ചു ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവളെ കുടിക്കൽ താനും കൂടെ പെട്ടുപോകുമെന്നുള്ളത് കൊണ്ട് അവളെയും കൂടെ കൂട്ടാൻ ബിച്ചു തീരുമാനിക്കുന്നു. ആ ആക്സിഡന്റിൽ അവരുടെ കാർ സ്റ്റാർട്ട് ആകാത്തതിനാൽ സോളമന്റെ ആംബുലൻസിൽ തന്നെ ക്യാഷുമായി കടക്കാൻ അവർ തീരുമാനിക്കും. കിട്ടിയ ക്യാഷൊക്കെ ആ ആംബുലൻസിൽ കയറ്റി അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. ഈ സമയത്താണ് ജാനകിയുടെ അച്ഛനായ രാംബാബു എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ കാണിക്കുക. അയാൾ വെഹിക്കിൾ ചെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലൂടെയാണ് അവരുടെ ആംബുലൻസ് വരുന്നത്. ആംബുലൻസിൽ ഡാമേജ് ഉള്ളതുകൊണ്ട് അവർക്ക് സംശയം തോന്നുകയും ആ ആംബുലൻസ് നിർത്താൻ തീരുമാനിക്കുകയും ചെയ്യും. ഇവരുടെ ആംബുലൻസ് ചെക്ക് ചെയ്യാൻ പോലീസുകാർ ട്രൈ ചെയ്യുമെങ്കിലും അവർ ആംബുലൻസ് നിർത്താതെ പോകുന്നു. ഇതേ സമയം മറ്റൊരു വഴിയിൽ മറ്റൊരു ആംബുലൻസിൽ ആ ഹോസ്പിറ്റലിൽ കുറച്ച് ആളുകൾ വരികയും ഇവരുടെ ആംബുലൻസിനെ ഫോളോ ചെയ്യുകയും ചെയ്യും. എന്നാൽ ആ വണ്ടി ഇടിച്ചിട്ട ശേഷം ബിച്ചുവും സരസ്വതിയും അവിടെ നിന്നും കടന്നു കളയുന്നു. പക്ഷെ ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് രാംബാബുവും കൂട്ടരും വരുന്നുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ പണം അന്വേഷിച്ച് സോളമനും അവിടെ എത്തും. കരുണ ഹോസ്പിറ്റലിന്റെ ഓണറാണ് സോളമൻ എന്ന് മനസ്സിലാക്കിയ രാംബാബുവിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. കാരണം അവിടെയെല്ലാം തന്നെ കുറച്ച് പണം ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരു ആംബുലൻസിലേക്ക് മറ്റൊരു ആംബുലൻസ് ആണ് വന്നിടിച്ചിരിക്കുന്നത്. ഇവരുടെ അടുത്തു നിന്നും പണവുമായി രക്ഷപ്പെട്ടു പോയ ആൾക്കാരെ പിടിക്കാനാണ് സോളമന്റെ ആളുകൾ വന്നിരിക്കുന്നതെന്ന് രാംബാബുവിന് മനസ്സിലാകും. ഇല്ലീഗലായിട്ട് ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നും റാമിന് മനസ്സിലാകുന്നു. സോളമന്റെ എല്ലാ ഇല്ലീഗൽ ബിസിനസ്സും കണ്ടുപിടിക്കണമെന്ന് റാം ഉറപ്പിക്കും. റാമിന്റെ കൂടെ പ്രസാദ് എന്ന് പറയുന്ന മറ്റൊരു പോലീസുകാരൻ കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ സരസ്വതിക്കും ഹരിക്കും വേണ്ടത്ര പണം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം കുറച്ച് ലക്ഷങ്ങൾ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പണം പോരാ, ഇനിയും ഒരുപാട് കാശ് വേണം. അത് കാരണം ഇതേ ഹോസ്പിറ്റലിലെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും പണം മോഷ്ടിക്കാൻ തീരുമാനിക്കും. ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫർമേഷൻ കൊടുക്കാൻ ഒരു നേഴ്സിനെ ബിച്ചു ഏർപ്പാടാക്കിയിരുന്നു. ആ നേഴ്സ് പണം ഇരിക്കുന്ന സ്ഥലമെല്ലാം ബിച്ചുവിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ സ്ഥലത്തു നിന്നും പണം എടുത്ത് അവർ രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങുന്നതും അവിടെയുള്ള സെക്യൂരിറ്റീസ് അവരെ പിടിക്കാൻ ശ്രമിക്കും. അവരുമായുള്ള ഫൈറ്റിനിടെ ബിച്ചുവിന്റെ കയ്യിലെ തോക്ക് താഴേക്ക് തിരിച്ചു പോകുന്നു. ബിച്ചുവിനെ അവരെല്ലാവരും
ഓടി ചെന്ന് പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സമയം അവന്റെ കൺമുന്നിലൂടെ സരസ്വതി ബാഗ് എടുത്തുകൊണ്ട് താഴേക്ക് ഓടുന്നു. അവൾ മുൻപ് തന്നെ ചതിച്ചതുപോലെ ഈ തവണയും തന്നെ ചതിക്കുമെന്ന് ബിച്ചു കരുതുമെങ്കിലും താഴേക്ക് വീണ തോക്കെടുക്കാനായിരുന്നു സരസ്വതി പോയത്. ആ തോക്ക് കാണിച്ച് അവരെയെല്ലാം ഭീഷണിപ്പെടുത്തി ബിച്ചുവിനെ അവരുടെ കയ്യിൽ നിന്നും അവൾ രക്ഷിക്കുന്നു. താൻ വിചാരിച്ച പോലെ അവൾ അത്ര ക്രൂരയൊന്നുമല്ലെന്ന് അവന് മനസ്സിലാക്കും. വേണമെങ്കിൽ അവൾക്ക് ആ ക്യാഷുമായിട്ട് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ അവൾ അവനെയും കൂടി രക്ഷിച്ചിരിക്കുന്നു. അവിടെ നിന്നും അവർ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ് ഓടിക്കയറുന്നത്. ആ സമയം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ അന്വേഷിച്ച് റാമും മറ്റു പോലീസുകാരും അവിടെ എത്തുന്നുണ്ട്. ജയിൽ ചാടിയ ബിച്ചു തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിലെന്നും പോലീസുകാർക്ക് ഏകദേശം മനസ്സിലാകുന്നു. എന്നാൽ കൂടെയുള്ളയാൾ ആരാണെന്ന് മാത്രം റാമിന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റിന്റെ ഒരു സൈഡിലായിട്ട് ഇവർ ഒളിച്ചിരിക്കുകയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്ക് എടുത്ത് റാം ബിച്ചുവിനോട് എന്ന പോലെ സംസാരിക്കും. ബിച്ചു, നീ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്നും റാം പറയുന്നുണ്ട്. സരസ്വതി ആ സമയം ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് ബിച്ചു പറയും. ബിച്ചുവിനെ മാനസികമായി തളർത്താനായിട്ട് റാം മൈക്കിലൂടെ അവനോട് അവന്റെ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് നീ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതാണ്. പോരാഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ സഹോദരനെ കൊല്ലുകയും ചെയ്തു. നീ കൊല ചെയ്ത ആളുടെ സഹോദരി തന്നെ നിനക്കെതിരെ ധൈര്യമായിട്ട് മൊഴി കൊടുക്കുകയും നീ ജയിലിലാവുകയും ചെയ്തു. നിന്നെ പോലുള്ള ക്രൂരന്മാരൊന്നും ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബിച്ചുവിനെ മെന്റലി തളർത്തുകയായിരുന്നു റാം ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കേട്ട് ബിച്ചു വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. സരസ്വതി അവന് ചതിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നതോടുകൂടി അവൻ പെട്ടെന്ന് അവളെ തള്ളിയിട്ട ശേഷം ആ ബാഗുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. സരസ്വതി ഇട്ടിരുന്ന റെയിൻകോട്ടും ഊരിയെടുത്തുകൊണ്ടാണ് ബിച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പോലീസുകാർ അവനെ പിടിക്കാനായി ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഓടാൻ തുടങ്ങും. ആ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് സരസ്വതി നിലത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. എന്നാൽ അവളെ ഹെൽപ്പ് ചെയ്യാതെ അവളുടെ കൺമുൻപിൽ തന്നെ ബൈക്കിൽ കയറി ബിച്ചു അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകും. ബിച്ചുവിന്റെ കൂടെ മോഷ്ടിക്കാനുണ്ടായിരുന്ന ആ പങ്കാളി ഒരു പെണ്ണാണെന്ന് മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുമ്പോൾ റാമിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന റാമിന് അത് സരസ്വതി തന്നെയാണെന്ന് മനസ്സിലാകുന്നു. ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ CCTV പരിശോധിക്കാൻ അയാൾ അവിടെ എത്തുമെങ്കിലും അതിനു മുൻപ് തന്നെ സോളമൻ അതെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ധാരാളം ബ്ലാക്ക് മണി അവരുടെ കൈവശമുണ്ട്. ഈ CCTVയിലൂടെ അതിനുള്ള പ്രൂഫ് പോലീസിന് കിട്ടിയാൽ പെടുന്നത് സോളമൻ തന്നെയാകും. അതുകൊണ്ടാണ് ആ CCTV ഫുട്ടേജസ് ഒക്കെ സോളമൻ നശിപ്പിച്ചു കളഞ്ഞതും. ഈ കാരണത്താൽ തന്നെ തന്റെ ഹോസ്പിറ്റലിൽ ഒരു മോഷണം നടന്നത് സോളമൻ കംപ്ലൈന്റ് ആക്കാനും തയ്യാറാകുന്നില്ല. സോളമനെ സംബന്ധിച്ച പോലീസുകാരുടെ കയ്യിൽ ഒരു കാരണവശാലും കാശ് തട്ടിയെടുത്തവർ പിടിക്കപ്പെടാൻ പാടില്ല. അതിനു മുൻപ് അവരെ എങ്ങനെയെങ്കിലും സോളമന് തന്നെ കണ്ടുപിടിക്കണം. കാരണം അവരെ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ ഈ കള്ളങ്ങളൊക്കെ പോലീസുകാർ അവരിൽ നിന്നും അറിയും. ബിച്ചുവിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ജാനകിയും റാംബാബുവും ശ്രമിക്കുന്നു. അതിൽ നിന്നും ഒരു തവണ ബിച്ചുവിനെ വിസിറ്റ് ചെയ്യാൻ ജയിലിലേക്ക് മല്ലി വന്നിട്ടുണ്ടായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കും. മല്ലിയെ തേടി അവർ പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് മല്ലിയിൽ നിന്നും ബിച്ചുവിനെ പറ്റിയുള്ള പല കാര്യങ്ങളും അവർ അറിയുന്നത്. മറ്റൊരു സൈഡിൽ ബിച്ചു ആകട്ടെ പണവുമായി നേരെ ബായിയുടെ അടുത്തെത്തുന്നു. അവന് വേണ്ടുന്ന കാശ് എടുത്ത ശേഷം ബാക്കി കാശ് എങ്ങനെയെങ്കിലും ബാങ്കിലിട്ട് അതിന്റെ ATM കാർഡ് സരസ്വതിയെ ഏൽപ്പിക്കണമെന്നും ബായിയോട് അവൻ പറയുന്നു. നീ അപ്പോൾ അവളോട് പകരം വീട്ടുന്നില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ എനിക്ക് അവളോട് പകരം വീട്ടാനൊന്നും കഴിയില്ല. ഞാൻ മാർക്കറ്റിൽ വെച്ചിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ തനിച്ചാക്കി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. അവളും എന്റെ കൂടെ വരികയാണെങ്കിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവളും അകത്താകും. ഹോസ്പിറ്റലിൽ വെച്ച് അവൾ എന്നെ ചതിച്ചിട്ട് പോകുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവൾ എന്നെ രക്ഷിച്ചു. എന്റെ ഉള്ളിൽ ഇപ്പോഴും അവളോടുള്ള ഇഷ്ടമുണ്ട്. പണ്ട് അവൾ എന്നെ ചതിച്ചതിന്റെ ഒരു ദേഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ പക്കയായിട്ട് കൊണ്ടു നടന്നത്. പക്ഷെ എനിക്കൊരിക്കലും അവളെ വെറുക്കാൻ സാധിക്കില്ല. അവളെ ചതിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയാലും അവളും ഫാമിലിയും സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ അവൾക്ക് ആവശ്യമുള്ള ഈ പണം നിങ്ങൾ അവളെ ഏൽപ്പിക്കണമെന്ന് ബായിയോട് ബിച്ചു പറയും. അങ്ങനെ അന്ന് രാത്രി തന്നെ ദുബായിലോട്ട് പോകാൻ ബിച്ചു തീരുമാനിക്കുന്നു. പക്ഷെ ഈ സമയത്താണ് സരസ്വതിയുടെ കയ്യിൽ നിന്നും അവനെടുത്ത റെയിൻകോട്ടിലുണ്ടായിരുന്ന ആ മാല ബിച്ചു ശ്രദ്ധിക്കുക. ആ മാല കണ്ട് ബിച്ചു ശരിക്കും ഷോക്ഡ് ആകുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് അവളുടെ ചേട്ടനെ കൊന്ന് ആ രാത്രിയിൽ അവൾക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാൻ ബിച്ചു കരുതിയിരുന്ന അതേ മാലയായിരുന്നു അത്. അവളുടെ ഹസ്ബൻഡ് ഭാസ്കറാണ് അവൾക്ക് കൊടുത്തതെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ടെന്ന് ബിച്ചുവിന് മനസ്സിലാകും. അവൻ നേരെ കരുണ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആരും അറിയാതെ ഭാസ്കറിനെ കണ്ട് അവനെ ഭീഷണിപ്പെടുത്തി സത്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ ശ്രമിക്കും. അറ്റ് ദ സെയിം ടൈം മല്ലിയോട് റാംബാവും ജാനകിയും ബിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. ഇപ്പോൾ സരസ്വതിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഭാസ്കർ അന്ന് അവളുടെ ചേട്ടൻ രമേഷിന്റെ സുഹൃത്തായിരുന്നു. സരസ്വതിയുടെ പിറന്നാൾ ദിവസം ബിച്ചുവും സരസ്വതിയും അമ്പലത്തിൽ കൈകോർത്ത് സംസാരിക്കുന്നതും അവർക്ക് കാവലായിട്ട് മല്ലി നിൽക്കുന്നതും ഭാസ്കർ കണ്ടിട്ടുണ്ടായിരുന്നു. ഭാസ്കറിന് ഓൾറെഡി സരസ്വതിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. സോ ഇവരുടെ പ്രേമത്തിന് കാവൽ നിന്ന മല്ലിയോട് അവന് ദേഷ്യം തോന്നുന്നു. കൂടാതെ സരസ്വതിയും ബിച്ചുവും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് അവരറിയാതെ ഭാസ്കർ എടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാസ്കർ രമേഷിനെ അറിയിക്കുന്നു. അങ്ങനെയാണ് രമേഷും മല്ലിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഹരി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്നും ഒരു കാരണവശാലും അവന് കല്യാണം കഴിച്ചു കൊടുക്കരുതെന്നും പറഞ്ഞ് രമേഷിനെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട മല്ലിയാണ് രമേഷിന് നേരെ കൈ ചൂണ്ടി സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കർ രമേഷിനെ പ്രവോക്ക് ചെയ്ത് അന്ന് രാത്രി മല്ലിയുടെയും ബിച്ചുവിന്റെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് കാവലായിട്ട് നിന്ന മല്ലിയോടുള്ള ദേഷ്യം തീർക്കാനായിരുന്നു ഭാസ്കർ ഇങ്ങനെ ചെയ്തത്. മല്ലിയെ അവർ ഉപദ്രവിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബിച്ചു ശ്രമിക്കുന്നത്. എന്നാൽ രമേഷും കൂട്ടരും മല്ലിയെയും ബിച്ചുവിനെയും നന്നായി ടോർച്ചർ ചെയ്യുന്നത് കൊണ്ടാണ് ഹരി ബിച്ചുവിനെ കൊല്ലുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഓടി വന്ന സരസ്വതിക്കും ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിനും പിന്നിൽ ഭാസ്കർ ആയിരുന്നെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ബിച്ചുവും സരസ്വതിയും കാണുന്നതിന് മുൻപ് തന്നെ ഭാസ്കർ അവിടെ നിന്നും എസ്കേപ്പ് ആവുകയും ചെയ്തിരുന്നു. പോലീസ് ഉടനെ അവിടെ എത്തുകയും ബിച്ചുവിനെ അറസ്റ്റ് ചെയ്യുകയും മല്ലിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നു. എന്നാൽ സരസ്വതിയുടെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് കുറ്റം ബിച്ചുവിന്റെ മേൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ബിച്ചുവാണ് മല്ലിയെ റേപ്പ് ചെയ്തതെന്നും അത് കണ്ടുകൊണ്ടുവന്ന സരസ്വതിയുടെ ചേട്ടനെ ബിച്ചു കൊല്ലുകയായിരുന്നെന്നും അവർ ആക്കി തീർക്കുന്നു. എന്നാൽ സരസ്വതി ബിച്ചു അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും ചേട്ടനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറയും. സരസ്വതിയുടെ മുത്തശ്ശിയാണെങ്കിൽ അവളെ എതിർക്കുകയും ഞങ്ങൾ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ബിച്ചുവിനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ ബിച്ചുവിനെ എൻകൗണ്ടർ ചെയ്യാനായി ഒരു പോലീസുകാരനെയും അവർ ഏർപ്പാടാക്കിയിരുന്നു. ഈ വിവരം സരസ്വതി അറിയുന്നുണ്ട്. ബിച്ചുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ അവരുടെ കാല് പിടിക്കുന്നു. എന്നാൽ ബിച്ചുവാണ് മല്ലിയെ റേപ്പ് ചെയ്തതെന്ന് നീ പറയണം. മാത്രമല്ല അത് എതിർക്കാൻ വന്ന അവളുടെ ചേട്ടനെ അടിച്ചു കൊലപ്പെടുത്തിയതും ബിച്ചുവാണെന്ന് നീ പോലീസുകാർക്ക് മൊഴി കൊടുക്കണമെന്ന് അവളുടെ മുത്തശ്ശി പറയുന്നു. നീ അങ്ങനെ മൊഴി കൊടുക്കുകയാണെങ്കിൽ ബിച്ചുവിനെ വെറുതെ വിടാമെന്ന് മുത്തശ്ശി പറയുന്നത് കൊണ്ട് അവന്റെ ജീവന് വേണ്ടിയിട്ടാണ് സരസ്വതി ഇതെല്ലാം സമ്മതിച്ചത്. മാത്രമല്ല മല്ലിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മല്ലിയെ കൊണ്ട് അവർ ആ കള്ള സ്റ്റേറ്റ്മെന്റിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തിരുന്നു. ബിച്ചുവിന്റെ ജീവന് വേണ്ടിയിട്ടാണ് സരസ്വതി സ്റ്റേഷനിലേക്ക് വന്നിട്ട് പോലീസുകാർ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റ് അല്ല സത്യമാണെന്ന് പറയുന്നതും ബിച്ചുവിനെ ചതിക്കുന്നതും. വളരെ ഇമോഷണലായി കരഞ്ഞുകൊണ്ടാണ് സരസ്വതി ബിച്ചുവിനെതിരെ മൊഴി കൊടുക്കുന്നത്. അതിനുശേഷം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഭാസ്കറിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ മല്ലി വഴി ഈ നടന്ന കാര്യങ്ങളെല്ലാം റാമും ജാനകിയും അറിയുന്നു. അതോടുകൂടി ബിച്ചുവിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലാകും. അത്രയും നാൾ റാമും ജാനകിയും കരുതിയിരുന്നത് ബിച്ചുവാണ് മല്ലി റേപ്പ് ചെയ്തതെന്നും ഒരാളെ കൊന്നതും എന്നുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ കുറ്റക്കാരനല്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. ആക്ച്വലി എന്താണ് അന്ന് നടന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഭാസ്കർ ബിച്ചുവിനോട് തുറന്നു പറയുന്നു. ഇത് കേട്ട് വളരെ ഇമോഷണൽ ആകുന്ന ബിച്ചു നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീയാണ്, നീ കാരണമാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്നും സരസ്വതി എനിക്ക് നഷ്ടമായതും നീ കാരണമാണെന്ന് ബിച്ചു കരഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ അവൾക്ക് ഗിഫ്റ്റായി മേടിച്ചു വെച്ച മാല പോലും നീയാണ് അവൾക്ക് കൊടുത്തത്, നീ കാരണം എന്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടമായെന്നും ബിച്ചു പറയുന്നു. ബിച്ചു കൈകൾ കൊണ്ട് ഭാസ്കറിന്റെ മുഖത്ത് അമർത്തി അവനെ കൊല്ലാനായി ബിച്ചു തുടങ്ങുന്നു. നീ ഒറ്റയൊരുത്തനാണ് എന്റെ ജീവിതം ഇങ്ങനെയാക്കിയത്, എന്നിട്ട് അങ്ങനെയുള്ള നിന്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടാണല്ലോ അവൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. സോ ഇനി നീ ജീവിക്കേണ്ടെന്ന് ബിച്ചു പറയുന്നു. എന്നാൽ ഹാർട്ട് ഓപ്പറേഷനോ? എനിക്കല്ല. സത്യത്തിൽ എനിക്ക് കൊറോണ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഹാർട്ട് ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ സരസ്വതിക്കാണെന്നുള്ള കാര്യവും ഭാസ്കർ ബിച്ചുവിനോട് പറയുന്നു. ഇത് കേട്ട് ബിച്ചു ആകെ ഷോക്ഡ് ആകും. കാരണം പണ്ട് മുതലേ സരസ്വതിക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ആസ്മി എന്നാണ് അവൾ കരുതിയിരുന്നത്. ബിച്ചുവുമായി പ്രണയിച്ചിരുന്ന സമയവും ഇടയ്ക്കിടയ്ക്ക് സരസ്വതിക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരാറുണ്ടായിരുന്നു. എന്നാൽ വിവാഹശേഷമാണ് ഹാർട്ടിന് പ്രശ്നമാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളുടെ ഹാർട്ട് ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ അവൾ മരണത്തിന് കീഴടങ്ങുമെന്നും ഭാസ്കർ ബിച്ചുവിനോട് പറയുന്നു. സ്വന്തം ഹാർട്ട് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ക്യാഷ് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചതെന്നും ബിച്ചുവിന് മനസ്സിലാകും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ബിച്ചു ആകെ ഇമോഷണൽ ആകുകയും അവന് വല്ലാതെ കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. അവിടെ നിന്നും ബിച്ചു നേരെ സരസ്വതിയുടെ വീട്ടിലേക്കാണ് ചെല്ലുക. അവിടെ അവളുടെ അമ്മയും കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. സരസ്വതി എവിടെയെന്ന് ബിച്ചു ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി അവൾ വളരെ ടെൻഷനോട്
കൂടിയാണ് ഇവിടെ വന്നതെന്നും ഓപ്പറേഷനുള്ള കാശൊന്നും റെഡിയായില്ല, എന്തായാലും ഞാൻ ക്യാഷ് ഒപ്പിച്ചിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടാണ് സരസ്വതി ഇവിടെ നിന്നും പോയതെന്നുമാണ് അമ്മ അവനോട് പറയുന്നത്. തന്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്ന അവൾക്ക് മകളെ ഒറ്റയ്ക്കാക്കി മരിക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ് സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നും അമ്മ അവനോട് പറയും. പണം അറേഞ്ച് ചെയ്യാൻ അവൾ എവിടേക്കോ പോയിരിക്കുകയാണെന്ന് ബിച്ചുവിന് മനസ്സിലാകും. എന്നാൽ ബായ് നിങ്ങളെ വിളിച്ചിരുന്നില്ലേ എന്ന് ബിച്ചു അവരോട് ചോദിക്കും. എന്നാൽ അങ്ങനെ ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്നാണ് ആ അമ്മ അവനോട് പറയുന്നത്. എന്റെ അമ്മ തിരിച്ചു വരില്ലേ എന്ന് സരസ്വതിയുടെ കുഞ്ഞ് ബിച്ചുവിനോട് ചോദിക്കുമ്പോൾ നിന്റെ അമ്മ ഉറപ്പായും തിരിച്ചു വരുമെന്ന് ബിച്ചു വളരെ ഇമോഷണലായി അവളോട് പറയും. അതിനുശേഷം അവളുടെ കയ്യിൽ ബിച്ചുവിന്റെ കയ്യിലുണ്ടായിരുന്ന സരസ്വതിയുടെ മാല കൊടുത്തതിനു ശേഷം അങ്കിൾ ഒരു മാജിക് കാണിച്ചു തരാമെന്ന് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പാമ്പാബുവിനൊപ്പം ഉണ്ടായിരുന്ന പ്രസാദ് എന്ന പോലീസുകാരൻ സോളമന്റെ ആളായിരുന്നു. സോ പ്രസാദ് ഈ സമയം ബായിയുടെ അടുത്തെത്തുകയും ബായിയെയും ബായിയുടെ കൂടെയുള്ള ആളുകളെയും കൊന്ന് ആ കാശുമായി കടന്നു കളയുകയും ചെയ്തിരുന്നു. ബായിയെ അന്വേഷിച്ച് അവിടെ എത്തുന്ന ബിച്ചുവിന് സോളമന്റെ ആളുകൾ ബായിയെ കൊന്നു കളഞ്ഞെന്ന് മനസ്സിലാകുന്നു. സരസ്വതി ഉറപ്പായും കരുണ ഹോസ്പിറ്റലിലെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷ്ടിക്കാൻ തന്നെയാകും പോയിരിക്കുന്നതെന്ന് ബിച്ചുവിന് മനസ്സിലാകും. സോ അവൻ ഉടനെ അങ്ങോട്ടേക്ക് പോകുന്നു. അവൾ അപ്പോഴേക്കും ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഗണ്ണ് കാണിച്ച് സോളമന്റെ ആളുകളെ പേടിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് അടങ്ങുന്ന ഭാഗമായി സരസ്വതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ പ്രസാദും മറ്റു പോലീസുകാരും അവിടേക്ക് വരുന്നുണ്ട്. അവർ ഓടിപ്പോകുന്ന സരസ്വതിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഷൂട്ട് ചെയ്യുന്നതിനിടെ അവളുടെ കാലിന് വെടിയേൽക്കുന്നു. ഒരു ടേബിളിനിടയിൽ ഒളിച്ചിരിക്കുന്ന അവളുടെ അടുത്തേക്ക് പ്രസാദ് ഗണ്ണുമായി വരികയും അവളെ ഗൺ പോയിന്റിൽ നിർത്തി ഷൂട്ട് ചെയ്ത് കൊല്ലാൻ തുടങ്ങുകയും ചെയ്യും. ഈ സമയത്താണ് കറക്റ്റായി ബിച്ചു അവിടേക്ക് വരിക. ആ സ്പോട്ടിൽ തന്നെ പ്രസാദിനെ ബിച്ചു കഴുത്തറുത്ത് കൊല്ലുന്നു. സരസ്വതിയെയും അവളെടുത്ത ആ പണവുമായി ബിച്ചു അവളെയും കൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങും. വണ്ടി നന്നായി ഓടിക്കാൻ അറിയാത്ത അവനാകട്ടെ അവളെയും കൊണ്ട് എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് അവിടെ നിന്നും പോകും. എന്നാൽ രാംബാബുവിന്റെ പോലീസുകാരും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് അവർ എത്തുന്നത് ആളുകളില്ലാത്ത ഒരിടത്തേക്കാണ്. അവിടെ വെച്ച് കാറിൽ നിന്നിറങ്ങിയ ബിച്ചു പറയുന്നത് നീ കാർ എടുത്ത് രക്ഷപ്പെട്ടു പോകണമെന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി ക്യാഷ് കൊടുത്ത് സർജറിക്കുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നുമാണ്. ഞാൻ പോലീസിനെ ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളാമെന്നും അവൻ പറയും. ഈ കാര്യങ്ങളൊക്കെ നീ എന്തുകൊണ്ടാണ് എന്നോട് മുൻപ് പറയാത്തതെന്നും ചോദിച്ച് ബിച്ചു ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ സരസ്വതിയെ കാറിലിരുത്തുകയും കാർ എടുത്ത് പോകുവാനായിട്ട് അവൻ പറയുകയും ചെയ്യും. കാശും അവളുടെ കയ്യിൽ അവൻ ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം ബിച്ചു പോലീസിനെ ഡൈവേർട്ട് ചെയ്ത് നേരെ മലമുകളിലേക്ക് കയറുന്നു. എന്നാൽ സരസ്വതി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുകയും ചെയ്യും. പോലീസുകാർ ബിച്ചുവിനെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവൻ തിരിച്ചും അവരെ ഷൂട്ട് ചെയ്യാനും ആക്രമിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം അങ്ങോട്ട് വരുന്ന രാംബാബു പോലീസുകാരോട് അവനെ ഷൂട്ട് ചെയ്യരുതെന്ന് പറയും. ഒപ്പം ബിച്ചുവിനോടും നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ട സഹായമെല്ലാം ഞാൻ ചെയ്യാമെന്നും രാംബാബു പറയുന്നു. ഇനി ഷൂട്ട് ചെയ്യരുതെന്നും കൺട്രോൾ ചെയ്യാനും ബിച്ചുവിനോട് രാംബാബു പറയുന്നത് കൊണ്ട് ബിച്ചു ഷൂട്ട് ചെയ്യുന്ന നിർത്തി ഒരു വലിയ പാറയ്ക്ക് പുറകിലായി ഒളിക്കുന്നു. പോലീസുകാരെ വളരെയധികം പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ബിച്ചു വീണ്ടും ഷൂട്ട് ചെയ്യുകയും പോലീസുകാർ അവരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യും. സോ ബിച്ചുവിന്റെ ശരീരത്തിൽ 2-3 ബുള്ളറ്റ് കയറുകയും അവനാകെ അവശനായി ആ പാറയ്ക്ക് പുറകിലായി ഇരിക്കുകയും ചെയ്യും. ഈ സമയം രാംബാബു അവൻ അടുത്തേക്ക് വരുന്നു. നീ ഒരിക്കലും ആ കേസിൽ കുറ്റക്കാരനായിരുന്നില്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ നിന്നെ സഹായിക്കാമെന്ന് രാംബാബു അവനോട് പറയുന്നു. എന്നാൽ അത് വേണ്ടെന്നും ഇവിടെ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകുമെന്നും ബിച്ചു പറയുന്നു. എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, എന്റെ അടുത്തേക്ക് വരുവാനും രാംബാബുവിനോട് ബിച്ചു പറയും. ബിച്ചുവിന് അടുത്തേക്ക് വന്ന രാംബാബുവിനോട് അവൻ എന്തോ കാര്യം പറയുകയും ആ നിമിഷം തന്നെ അവൻ മരിക്കുകയും ചെയ്യും. എന്നാൽ ഉടനെ രാംബാബു ഒരു ആംബുലൻസ് വിളിക്കുകയും ബിച്ചുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ബിച്ചു മരണപ്പെട്ടിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. സരസ്വതിയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തുന്നു. അവരുടെ വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയാണ്. ഒരുപാട് ആളുകളും അവരുടെ വീട്ടിലുണ്ട്. എന്നാൽ സരസ്വതി ആകെ വിഷമത്തിലാണ് ആ സമയവും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവിടേക്ക് രാംബാബുവും ജാനകിയും സരസ്വതിയെ കാണാനായി വരിക. അവർ നടന്ന കാര്യങ്ങളെല്ലാം സരസ്വതിയോട് പറയുന്നുണ്ട്. ഭാസ്കർ കാരണമാണ് തനിക്ക് ബിച്ചുവിനെ നഷ്ടമായതെന്ന് സരസ്വതി മനസ്സിലാക്കുന്നു. തന്റെ ഭർത്താവ് തന്നെ ചതിച്ചതാണെന്നും ബിച്ചുവും സരസ്വതിയും പിരിയുവാനായിട്ടുള്ള കാരണം ഭാസ്കർ തന്നെയാണെന്നും അറിഞ്ഞതോടുകൂടി ഭാസ്കറിനോട് സരസ്വതിക്ക് വല്ലാതെ ദേഷ്യമാകുന്നു. ഭാസ്കറിനോട് ഈ കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞത് നന്നായെന്നാണ് ഭാസ്കർ പറയുന്നത്. നീ അറിഞ്ഞതെല്ലാം സത്യമാണ്, നിന്നെ നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ അവനും ചത്തുപോയി, ഇനി അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ ജീവിക്കാനാണ് ഭാസ്കർ അവളോട് പറയുക. മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഭാസ്കർ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സരസ്വതി. എന്നാൽ ഇപ്പോൾ രാംബാബു വഴി
വഴിയാണല്ലോ എല്ലാ സത്യവും അവൾ മനസ്സിലാക്കിയത്. അതോടുകൂടി പാർട്ടി നടക്കുന്നിടത്തേക്ക് സരസ്വതി നടന്നു വരുന്നു. സരസ്വതിയുടെ കയ്യിൽ ഒരു ഫോട്ടോയുമുണ്ട്. അത് ബിച്ചുവും സരസ്വതിയും ഒരുമിച്ചെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഭിത്തിയിൽ അവൾ തൂക്കിയിടും. എന്നിട്ട് ഭാസ്കറിന്റെ അടുത്തെത്തി നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ട് ഭാസ്കറിനെ അടിക്കാൻ തുടങ്ങും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാസ്കറിനെ നന്നായി അടിച്ചിട്ട് വളരെ ഇമോഷണലായി അവൾ വീടിന് പുറത്തേക്ക് വരും. ഈ സമയം അവളുടെ കുഞ്ഞ് ബിച്ചു കൊടുത്ത ആ മാല അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ബിച്ചു അങ്കിൾ എനിക്കൊരു മാജിക് കാണിച്ചു തന്നെന്ന് പറഞ്ഞ ആ മാല ലോക്കറ്റ് അവൾ ഓപ്പൺ ചെയ്യും. അതിലൊരു മോതിരമായിരുന്നു ഉണ്ടായിരുന്നത്. ബിച്ചു സരസ്വതിക്കായി കരുതിയിരുന്ന ഗിഫ്റ്റ് ആയിരുന്നു ആ ലോക്കറ്റും അതിനുള്ളിലെ ആ മോതിരവും. അത് കാണുന്ന സരസ്വതി വളരെ ഇമോഷണൽ ആകുന്നു. അവർ ഇത്രയധികം പരസ്പരം സ്നേഹിച്ചിട്ടും അവർക്ക് ഒന്നാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വളരെ സങ്കടത്തോടുകൂടി ജാനകി രാംബാബുവിനോട് ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞു അവർക്ക് ഒന്നാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാംബാബു ആ സത്യം റിവീൽ ചെയ്യുന്നു. സരസ്വതിയുടെയും ബിച്ചുവിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയായിരുന്നു. സോ അവൾക്ക് വേണ്ടിയിട്ടാണ് പോലീസുകാരെ പ്രൊവോക്ക് ചെയ്ത് സ്വയം വെടിയേറ്റ് ബിച്ചു മരിക്കുന്നത്. മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപായി ബിച്ചു രാംബാബുവിന്റെ ചെവിയിൽ പറഞ്ഞ രഹസ്യം ഇതായിരുന്നു: ഞാൻ ഉടനെ മരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും എന്റെ ഹൃദയം അവൾക്ക് നൽകണമെന്നുമായിരുന്നു. ബിച്ചുവിന്റെ ഹാർട്ടാണ് സരസ്വതിക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ബിച്ചുവിന്റെ ജീവൻ രക്ഷിക്കാനായി സരസ്വതി അവളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ അവൾ കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സരസ്വതിയുടെ ജീവൻ രക്ഷിക്കാനായി ബിച്ചു അവന്റെ ജീവൻ തന്നെ ത്യജിച്ചിരിക്കുന്നെന്നും രാംബാബു ജാനകിയോട് പറയുന്നു. അവനൊരു മോഷ്ടാവാണെന്നും കള്ളനുമാണെന്നാണ് നമ്മൾ കരുതിയത്, എന്നാൽ അവനാണ് ഈ കഥയിലെ ഹീറോ എന്ന് രാംബാബു പറയുന്നിടത്താണ് ഈ മൂവിയും അവസാനിക്കുക. ഈ മൂവിയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.